പഞ്ചാബും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും എനിക്ക് ISLൽ ഇഷ്ടമുള്ള രണ്ട് ക്ലബ്ബുകളാണ്. കാരണം ഒരു ക്ലബ്ബ് എങ്ങനെ നടത്തണമെന്ന് അവർക്ക് നല്ല വ്യക്തമായ ധാരണയുണ്ട്. റിസോഴ്സസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ഒന്നും തന്നെയില്ല. പക്ഷെ നമ്മളെക്കാളും നല്ലൊരു സ്പോർട്ടിംഗ് പ്രോജക്റ്റ്, നല്ല റിക്രൂട്ട്മെന്റ്, നല്ല തീരുമാനങ്ങൾ എല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എടുക്കുന്ന രണ്ട് ടീമുകളാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, അവർക്ക് എന്തൊക്കെ എക്സ്ക്യൂസുകൾ പറയാം. പഞ്ചാബിന് പറയാൻ ഞങ്ങൾക്ക് നല്ലൊരു പ്ലേയിങ് സർഫസ് ഇല്ല, ഞങ്ങളുടെ കളി കാണാൻ ആൾക്കാരില്ല, ഞങ്ങൾക്ക് സ്പോൺസേഴ്സ് ഇല്ല. ഈ പഞ്ചാബിന്റെ സ്പോൺസർഷിപ്പോ മാർക്കറ്റിങ്ങോ എന്തോ ചെയ്യുന്ന ഒരാള്, ഞാനും പുള്ളിയും ലിങ്ക്ഡിനിൽ കണക്റ്റഡ് ആണ് ആക്ച്വലി. പുള്ളി ഈ സീസണ് മുമ്പായിട്ട് ലിങ്ക്ഡിനിൽ റിക്വസ്റ്റുകൾ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പോസ്റ്റുകളായിട്ട്. ഞങ്ങളുടെ ISL സീസൺ തുടങ്ങാൻ പോവുകയാണ്, സ്പോൺസേഴ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അപ്രോച്ച് ചെയ്യണം. ആ ഒരു അവസ്ഥയാണ് അവർക്ക്. ഒരു ISL ക്ലബ്ബ്, ഇത്ര നന്നായിട്ട് കളിക്കാനുള്ള പ്ലെയേഴ്സും പൊട്ടൻഷ്യലും ഉള്ള ഒരു ക്ലബ്ബ്, നല്ലൊരു കോച്ചുള്ള ഒരു ക്ലബ്ബ് ലിങ്ക്ഡിനിൽ പോയിട്ട് സ്പോൺസർമാരെ അട്രാക്ട് ചെയ്യാൻ ഒരു പോസ്റ്റ് ഇടേണ്ട ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെ അവരുടെ സ്റ്റേഡിയത്തിലേക്ക് ടിക്കറ്റ് പ്രൈസുകളെ കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ അതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടാവും. പല സമയങ്ങളിലും ഫ്രീ ആയിട്ട് വരെ ഫാൻസിനെ കയറ്റേണ്ട അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, എന്ത് റിസോഴ്സുകളാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. മന്ദർ തംഹാനെ എന്നുള്ളൊരു CEOന്റെ കറക്റ്റായ തീരുമാനങ്ങളും കറക്റ്റായ റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജികളും കൊണ്ട് മാത്രം സക്സസ്ഫുൾ ആയ ഒരു ക്ലബ്ബാണ് അവര്. അവരൊക്കെയായിരുന്നു ശരിക്കും അടച്ചു പൂട്ടിപ്പോവേണ്ട ആ വക്കിൽ നിന്നൊരു ക്ലബ്ബ്. എന്നിട്ട് അവർ ഇത്രയും സക്സസ്ഫുള്ളി കഴിഞ്ഞ 2-3 വർഷങ്ങളിലായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ സ്പോർട്ടിംഗ് ഡിസിഷൻ എടുക്കുന്ന ആൾക്കാരുടെ ക്രെഡിറ്റ് കൊണ്ട് തന്നെയാണ്. നമ്മുടെ ക്ലബിൽ ഇല്ലാത്തതും അത് തന്നെയാണ്. എന്തായാലും ഈ വീഡിയോ ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ രണ്ട് ക്ലബ്ബുകളെ കുറിച്ചും എനിക്ക് സംസാരിക്കാനുണ്ട്. ഒട്ടും വൈകാതെ ഈ മത്സരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ 3 കാര്യങ്ങളിലേക്ക് കിടക്കാം. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ വീഡിയോയുടെ തംബ്നെയിലിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ മിഡ് ടേബിൾ ഫൈറ്റ് എന്നാണ്. പഞ്ചാബിനെ ഞാൻ ആക്ച്വലി നല്ലോണം റേറ്റ് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ ജംഷഡ്പൂർ പഞ്ചാബ് ആ ഒരു മാച്ചിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് പ്യുവർലി അവരുടെ സ്പോർട്ടിംഗ് പ്രോജക്റ്റും അവരുടെ കോച്ചും അവരുടെ പ്ലേയേഴ്സിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്തപ്പോൾ ഈ സീസണിലെ തീർച്ചയായിട്ടും ഒരു ഡാർക്ക് ഹോഴ്സ് ആയിട്ടാണ് ഞാൻ അവരെ കൺസിഡർ ചെയ്തത്. പക്ഷേ ഇതുവരെയുള്ള റിസൾട്ടുകളിൽ BFCക്കെതിരെ നേടിയ ആ ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള ജയം മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. 3 മത്സരങ്ങളെ പിന്നെ അവർ കളിച്ചിട്ടുള്ളൂ, അതൊരു വലിയ പോയിന്റ് ആണ്. എന്നിട്ടും എന്തുകൊണ്ട് ഞാൻ ഒരു പക്ഷേ ഈ സീസണിൽ അവരൊരു മിഡ് ടേബിളിൽ സെറ്റിൽ ചെയ്യേണ്ടി വരും എന്നിപ്പോൾ പറയാൻ കാരണം അതാ നിഖിൽ പ്രഭുവിന് പറ്റിയ ഇഞ്ചുറി തന്നെയാണ്. എനിക്ക് ആ ഇഞ്ചുറിയുടെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, എന്താണ് സംഭവിച്ചത്, എത്ര നാള് നിഖിൽ പ്രഭു സൈഡ് ലൈൻഡ് ആയിരിക്കും എന്നൊന്നും ഡീറ്റെയിൽസ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും ആ ഒരു പ്ലെയർ ഈ ടീമിൽ കൊണ്ടുവരുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. കാരണം എന്ത് ഫുട്ബോളാണോ പഞ്ചാബ് കളിക്കാൻ ശ്രമിക്കുന്നത് അതിൽ ഏറ്റവും ഇൻറ്റഗ്രൽ ആയിട്ടുള്ള ഒരു പസിലിന്റെ, ഒരു ജിക്സോ പസിലിന്റെ ഒരു സെൻട്രൽ പീസ് അല്ലെങ്കിൽ ഒരു മെയിൻ പീസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ് ഈ നിഖിൽ പ്രഭു. കാരണം അവരെന്ത് ഫുട്ബോൾ കളിക്കാൻ ശ്രമിക്കുന്നോ ആ മിഡ്ഫീൽഡിന്റെ ബേസിൽ, ആ സെൻട്രൽ ബാക്കുകളുടെ തൊട്ട് മുമ്പിലായിട്ട് നിഖിൽ പ്രഭു അവിടെ ഉണ്ടാവണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു മത്സരത്തിൽ നമ്മൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ആ ഗോള് കണ്ടിരുന്നു. ആ ഗോൾ ആക്ച്വലി നിഖിൽ പ്രഭു ആ പിച്ചിൽ ഉണ്ടായിരുന്നെങ്കിൽ സംഭവിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയാം ഇതിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ പറയാൻ ഭയങ്കര എളുപ്പമായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ നിങ്ങൾ ആ ഗോൾ ശ്രദ്ധിച്ചറിയാം, അവിടെ റിൻസ്വാല നല്ലോണം പ്രഷർ ചെയ്ത് അവിടെ ഒരു ബിജോയുടെയും ഒക്കെ ഒരു കൺഫ്യൂഷനിലൂടെയാണ് അങ്ങനെ ഒരു ഓപ്പൺ സെൻട്രിൽ കൂടെ ഒരു ചാൻസ് ഓപ്പൺ ആയി കിട്ടി. ആ സ്പേസിലോട്ട് പാർത്ഥിവ് കയറി ഫിനിഷ് ചെയ്യുകയാണ് ചെയ്തത്. ശരിക്കും നിഖിൽ പ്രഭു അവിടെ വരികയാണെങ്കിൽ ആ ഒരു സെൻട്രൽ ബാക്സിന്റെ ഇടയിൽ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആണ്. നമുക്കറിയാം ആ ഒരു ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ഒരുപാട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ എന്ന് പ്രതീക്ഷിച്ച മറ്റൊരു പ്ലെയർ, ടോപ്പ് ഓപ്ഷനാണ്. ഒരു ഇന്ത്യൻ DM എന്നുള്ള രീതിയിൽ നിഖിൽ പ്രഭു കൊണ്ടുവരുന്ന ആ ഒരു ടീമിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ഇമ്പാക്റ്റും ആ ഒരു സ്റ്റെബിലിറ്റിയും ഒരു പക്ഷേ വേറെ അധികം പ്ലേയേഴ്സിൽ ആരിലും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഒരു ഫിസിക്കൽ ഒരു ഡോമിനന്റ് പ്ലെയർ ആണ്. ആ ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. വളരെ നല്ല തീരുമാനങ്ങൾ ബോൾ ഉള്ളപ്പോഴും ബോൾ ഇല്ലാത്തപ്പോഴും എടുക്കുന്ന ഒരു പ്ലെയർ. അതുകൊണ്ട് തന്നെ ആ ഒരു ഇഞ്ചുറി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് കുറച്ച് സീരിയസ് ആണെങ്കിൽ തീർച്ചയായിട്ടും പഞ്ചാബിന്റെ മുന്നോട്ടുള്ള പ്ലാനുകളെ അത് അഫക്റ്റ് ചെയ്യും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. വിങ്ങേഴ്സിനെയും ഫുൾ ബാക്സിനെയൊക്കെ ഉപയോഗിച്ച് നല്ലോണം അറ്റാക്ക് ചെയ്യുന്ന ഒരു ടീമാണ് പഞ്ചാബ്. അതുകൊണ്ട് തന്നെ നിഖിൽ പ്രഭു ആ സെൻട്രൽ ബാക്കുകളുടെ ഇടയിലോട്ട് ഡ്രോപ്പ് ഇൻ ചെയ്ത് ഓൾമോസ്റ്റ് ഒരു ബാക്ക് 3 പോലെ ഫംഗ്ഷൻ ചെയ്താലേ ഈ പ്ലെയേഴ്സിന് മുന്നോട്ട് കയറാനുള്ളൊരു ഫ്രീഡം 100% കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലെയറിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ ആ ലൈനപ്പ് കുറച്ചൊന്ന് ഓർഡിനറി ആവാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. എനിക്കറിയാം ഈവൻ തന്നെ ആ മിഡ്ഫീൽഡിൽ ഒരു ഡാനി റമീറസോ ഒരു സെൽക്കോവിച്ചോ ഒക്കെ ഉണ്ട്.
പക്ഷെ എന്നാലും നിഖിൽ പ്രഭു ചെയ്യുന്ന ആ ജോലി അത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ നിഖിൽ പ്രഭുവിന് മാത്രമേ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ BFCക്കെതിരെ നമ്മൾ കണ്ടു, ആ പെർഫോമൻസ് നമ്മൾ കണ്ടിരുന്നു. അന്ന് അവരുടെ ദിവസമായിരുന്നു, അവർ വളരെ കംഫർട്ടബിൾ ആയിട്ട് ആ മത്സരം ജയിക്കുകയും ചെയ്തു. ആൻഡ് ആ ഒരു റിസൾട്ടിന്റെ ബേസിൽ ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്നു ഇവർക്ക് വേണമെങ്കിൽ ഒരു ഔട്ട്സൈഡ് ചാൻസ് നമുക്ക് കൊടുക്കാം, ഒരു തേർഡോ ഫോർത്തോ ഒക്കെ ഫിനിഷ് ചെയ്യാനുള്ള ഒരു നല്ല ചാൻസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഈ ഒരു മത്സരത്തിന് ശേഷം ഈ ഒരു ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ല. എത്രയും പെട്ടെന്ന് നിഖിൽ പ്രഭു തിരിച്ചു വരട്ടെ, കാരണം പഞ്ചാബ് ആ പ്ലെയർ ലൈനപ്പിലുള്ളപ്പോൾ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫുട്ബോൾ കളിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ജസ്റ്റ് ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ അവരുടെ പ്ലേയിങ് സർഫസും ഒക്കെ നമുക്കറിയാം, അത്രയും മോശമായിട്ടുള്ളൊരു സർഫസാണ്. അതുകൊണ്ട് തന്നെ ഈ അവർ കളിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫുട്ബോൾ കളിക്കാൻ ഏറ്റവും പറ്റിയ സാഹചര്യമല്ല ഒരു സർഫസ്. കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളൊരു സർഫസിലൊക്കെ ആണെങ്കിൽ അവർ കുറച്ചും കൂടെ നല്ലോണം ബോൾ മൂവ് ചെയ്യുകയും നല്ല നല്ല പേസിൽ കളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇന്നത്തെ ആ സർഫസിൻ്റെ ക്വാളിറ്റി ഞാൻ പറയണ്ടല്ലോ, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അത് വളരെ മോശം ഒരു ടർഫാണ്. ഇത്രയും മോശം ഒരു ടർഫ് ഞാൻ ISL ഈ സീസൺ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല, ഓർമ്മയില്ല, എന്തായാലും കാണാൻ സാധ്യതയില്ല. ബിക്കോസ് ബാക്കിയുള്ള എല്ലാ പിച്ചും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫാക്ടറുകളെല്ലാം കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ഒരു ഡാർക്ക് ഹോഴ്സ് ആവാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു തേർഡോ ഫോർത്തിനോ വേണ്ടി ഒന്ന് പുഷ് ചെയ്യാൻ പറ്റുമോ സ്ട്രോങ് ആയിട്ടെന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. എന്തായാലും ഈ ഒരു സീസൺ അൺസർട്ടൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ അവർ അതുകൊണ്ട് ഓക്കെ ആയിരിക്കും മിഡ് ടേബിൾ കൊണ്ട്. കാരണം അവരിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്പോർട്ടിംഗ് പ്രോജക്റ്റ് ഉണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട്, കോച്ച് ഉണ്ട്. അവർക്ക് ഓബ്വിയസ്ലി ISL അടുത്ത സീസൺ ഒരു ഫുൾ സ്വിങ്ങിൽ നടക്കുകയാണെങ്കിൽ അതിൽ നിന്നും ബിൽഡ് ചെയ്യാനുള്ള എന്തായാലും ഒരു കോറും ഒരു ബേസും ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ലോങ് ടേമിൽ ഈ ലീഗ് നടന്നു പോകുമെന്നുള്ളൊരു സിറ്റുവേഷൻ ഉള്ളിടത്തോളം കാലം അവർക്ക് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ഈ സീസണിൽ ആക്ച്വലി അവർ ഓക്കെ ആയിരിക്കും. ഇനി നമുക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് വരാം. ആ ഒരു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ടീമിൽ ഏതെങ്കിലും ഒരു പ്ലെയർ ഡെസ്പറേറ്റ് ആയിട്ട് ഒരു ഗോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അത് പാർത്ഥിബ് ഗോഗോയ് തന്നെയായിരുന്നു. ആൻഡ് ഈ ഒരു മത്സരത്തിൽ ആ ഒരു ഗോള് പാർത്ഥിബിന് കണ്ടെത്താനായി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നോർത്ത് ഈസ്റ്റ് അലദീൻ അജറൈനെ ലോണിന് വിട്ടു. കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് പുള്ളി ടീമിന്റെ ആ ഒരു പാർട്ടല്ല. എന്തായാലും അജറൈ പോയ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ആ ഒരു എക്സ് ഫാക്ടർ നഷ്ടപ്പെട്ടു. അത് നമുക്ക് അവരുടെ മത്സരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം. അജറൈ ഒറ്റയ്ക്ക് കളിച്ച എത്ര മത്സരങ്ങളാണ് ജയിപ്പിച്ചിട്ടുള്ളതെന്നൊക്കെ നമുക്കറിയാം. ആ ഒരു ഗോൾ കോൺട്രിബ്യൂഷനുകൾ, ഗോളുകളായിക്കോട്ടെ അസിസ്റ്റുകളായിക്കോട്ടെ, ഏതൊരു ടീമിനെതിരെയും അജറയുടെ പെർഫോമൻസുകൾ എപ്പോഴും ആ ഒരു ലെവലിൽ നിന്നിട്ടുണ്ട്. ആൻഡ് ആ ഒരു ഫ്രണ്ട് ത്രീന്ന് അജറൈ പോയപ്പോഴത്തേക്കും ശരിക്കും ഒരു പല്ലുകൊഴിഞ്ഞ സിംഹത്തിനെ പോലെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. ഞാൻ ആ ഫ്രണ്ട് ത്രീയിൽ കളിക്കുന്ന പ്ലെയേഴ്സിനെ ആരെയും കുറച്ച് കാണുന്നതല്ല കേട്ടോ. കാരണം ഇന്ത്യൻ ടാലന്റിൽ വെച്ച് നോക്കുമ്പോൾ ജിതിൻ MS നമുക്കറിയാം വീണ്ടും ഡൗട്ടേഴ്സിനെയൊക്കെ സൈലൻസ് ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ്. റിൻസ്വാല ഐ ലീഗിലെ ടോപ്പ് സ്കോറർ, ISL തന്നെ വരവറിയിച്ചൊരു പ്ലെയർ. പിന്നെ ഉള്ളത് പാർത്ഥിബ് ഗോഗോയ് നമുക്കറിയാം നോർത്ത് ഈസ്റ്റിന് വേണ്ടി ആ ഒരു ബ്രേക്ക് ഔട്ട് സീസണിലൊക്കെ എന്തോരം മികച്ച പെർഫോമൻസുകളാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടെന്നുള്ളത്. ഈ 3 കളിക്കാരും ആക്ച്വലി കഴിഞ്ഞ 3 മത്സരങ്ങളിലും ഗോൾ നേടിയെന്നും കൂടെ ഉള്ളതാണ്. ആ ഒരു ഇന്ത്യൻ ഫ്രണ്ട് ത്രീയിൽ ഓരോരോ ഗോൾ വെച്ച് തുടർച്ചയായ 3 ഡ്രോകളാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്. പക്ഷേ ഈ ഡ്രോകൾ എങ്ങനെ ഒരു ജയത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതാണല്ലോ എപ്പോഴും ഒരു ചാലഞ്ച്. ഈ ഡ്രോ പിടിക്കുമ്പോഴാണ് വീണ്ടും നമ്മളൊരു മിഡ് ടേബിൾ ടീമായി മാറുന്നത്. നമ്മൾ 3 points നേടിയാലേ നമുക്ക് ക്ലൈംബ് ചെയ്യാൻ പറ്റുള്ളൂ ടേബിളിൽ. ആ ഒരു ഡ്രോയിനെ ഒരു ജയത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയൊരു പ്ലെയർ ആയിരുന്നു അജറൈ. ഈ അജറൈ കോൺട്രിബ്യൂട്ട് ചെയ്ത അസിസ്റ്റുകളും ഗോളുകളും ഈ പ്ലെയേഴ്സ് എല്ലാവരും കൂടെ ശ്രമിച്ചാലും ചിലപ്പോൾ ആ നമ്പേഴ്സ് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് റിയാലിറ്റി. ഇവരെത്രത്തോളം മികച്ച പ്ലെയേഴ്സ് തന്നെയാണ്, ക്വാളിറ്റി പ്ലെയേഴ്സാണ്, ഇന്ത്യൻ പ്ലെയേഴ്സാണ്. എല്ലാവരും ആ ടീമിൽ കളിക്കാൻ അർഹതയുണ്ട് 100%. ഈ ഒരു ടീമിൽ സ്റ്റാർട്ട് ചെയ്യാൻ അർഹതയുള്ള 3 ഫ്രണ്ട് ത്രീ ആണ് അവർ. പക്ഷെ എന്നിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ ആ ഒരു നോർത്ത് ഈസ്റ്റ് അച്ചീവ് ചെയ്ത ആ ഒരു സക്സസ്സിൽ ഒരു വലിയ പങ്ക് വഹിച്ച പ്ലെയറാണ് അജറൈ. അതുകൊണ്ടാണ് ഒരു കളി ഒരു പക്ഷേ ഒരു 1-1 ആവുകയാണെങ്കിൽ 2-1 ആക്കാനുള്ള ആ ഒരു ക്വാളിറ്റി ആര് കൊണ്ടുവരും, അല്ലെങ്കിൽ ഒരു 1-0ക്ക് പിന്നിൽ നിൽക്കുകയാണെങ്കിൽ 2 ഗോൾ അടിച്ച ആ ഒരു ജയം, അങ്ങനെയൊക്കെ അജറൈ ഉള്ളപ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഈ ടീമിനെ കൊണ്ടത് പറ്റുമെന്ന്. പക്ഷെ അങ്ങനത്തെ ഒരു ഇൻസ്പിറേഷൻ ഈ ടീമിൽ ഇപ്പം ഇല്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവസാനമായിട്ട് എനിക്ക് സംസാരിക്കാനുള്ളത് പഞ്ചാബിന്റെ മലയാളി വിങ്ങറായ സുഹൈലിനെ കുറിച്ച് തന്നെയാണ്. ഈ ഒരു മത്സരത്തിൽ ആ നിഖിൽ പ്രഭുവിന് പറ്റിയ ഇഞ്ചുറിയെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ഇഞ്ചുറിക്ക് ശേഷം അവർ അവിടെ സെൽക്കോവിച്ചിനെ കൊണ്ടുവന്നപ്പോൾ ഒരു ഫോറിൻ പ്ലെയറിനെ വലിച്ച് വേറൊരു ഇന്ത്യൻ പ്ലെയറിനെ അവിടെ ഇറക്കേണ്ട ഒരു ആവശ്യകത വന്നു. അങ്ങനെയാണോ സുജീനെ മാറ്റിയിട്ട് ആ ഒരു സൈഡിൽ സുഹൈൽ വരുന്നത്. സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇല്ലായിരുന്നൊരു പ്ലെയറാണ്. ശരിക്കും ഈ ISL തന്നെ ഏറ്റവും ഡയറക്റ്റും ഡൈനാമിക്കും ആയ വിങ്ങർമാരിൽ ഒരാളാണ്, ഇന്ത്യൻ വിങ്ങർമാരിൽ ഒരാളാണ് സുഹൈൽ. ആ ഒരു ക്വാളിറ്റി നമ്മൾ ഒബ്വിയസ്ലി ഇന്ത്യയുടെ ഏജ് ഗ്രൂപ്പ് ടീമുകളിലൊക്കെ നമ്മൾ ആ ക്വാളിറ്റി കണ്ടിട്ടുള്ളതാണ്. ഇനിയിപ്പം ഈ ഒരു ISL സീസണാണ് ശരിക്കും
സുഹൈലിന് ഒരു വലിയ ബ്രേക്ക് ഔട്ട്. ലൈക്ക് ആക്ച്വലി നമുക്ക് അറിയായിരുന്നു കഴിഞ്ഞ സീസണിൽ സുഹൈൽ ആരാണെന്നൊക്കെ, ആ വരവൊക്കെ അറിയിച്ചിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഒരു 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 വലിയ കോൺട്രിബ്യൂഷൻ പഞ്ചാബിന് ഈ ഒരു സീസണിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഒബ്വിയസ്ലി ഇങ്ങനത്തെ ഒരു സീസൺ, ഒരുപാട് മാറ്റങ്ങളുള്ളൊരു സീസൺ, ഒരുപാട് അൺസർട്ടനിറ്റി ഉള്ളൊരു സീസൺ. അതുകൊണ്ട് തന്നെ ആ ഒരു സീസണിൽ ഈ പ്ലെയർ ഒരു വലിയ പാർട്ട് ഈ ടീമിൽ കളിക്കും എന്ന് തന്നെയായിരുന്നു എല്ലാവരുടെ വിശ്വാസം. ഈ ഒരു മത്സരത്തിൽ സുഹൈലിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫൈനൽ തേർഡിലെ ഡിസിഷൻ മേക്കിംഗ് ഉണ്ടല്ലോ, കാരണം ഒരു 99% കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുക, എന്നിട്ട് ആ ലാസ്റ്റ് ഒരു 1%ലാണ് ചില സമയങ്ങളിൽ ഒരു കൺഫ്യൂഷൻ വരാറ്. കാരണം 1-on-1 സുഹൈലിന് ഏത് ഫുൾ ബാക്കിനെയും സുഹൈൽ വിചാരിച്ചു കഴിഞ്ഞാൽ ബീറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ക്വാളിറ്റി സുഹൈലിലുണ്ട്. ഇന്നും റദീം തലാങ് എപ്പോൾ 1-on-1 വന്നോ നല്ലോണം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം റദീം തലാങ് ഒരു പ്രോപ്പർ റൈറ്റ് ബാക്ക് അല്ല ശരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പേസിനെ ഡീൽ ചെയ്യാൻ തലാങ് നല്ലോണം കഷ്ടപ്പെട്ടു. ആൻഡ് ആദ്യം തന്നെ സുഹൈൽ റദീം തലാങ്ങിനെ ബീറ്റ് ചെയ്തപ്പോഴത്തേക്കും ഫസ്റ്റ് ഇന്റൻഷൻ സുഹൈലിന്റെ ബീറ്റ് ചെയ്യുക, അപ്പം തന്നെ ലെഫ്റ്റിന് ഷോട്ട് അടിക്കുക എന്നുള്ളതാണ്. ആൻഡ് ആ ഷോട്ട് ടാർഗറ്റിലേ അല്ല, ഭയങ്കര വൈഡായിട്ട് ഈ സൈഡിലോട്ട് പോയി. ആ ഒരു മിസ്റ്റേക്ക് അവിടെ എഫിയോങ് ആക്ച്വലി ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഒന്ന് തലയൊന്ന് ഉയർത്തി നോക്കിക്കഴിഞ്ഞാൽ പാസ് കൊടുക്കായിരുന്നു. പക്ഷെ ആ ഒരു റഷ് ഓഫ് ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ആ ഒരു അഡ്രിനാലിനാന്ന് തോന്നുന്നു, ബീറ്റ് ചെയ്ത് അപ്പം തന്നെ പുള്ളി ഷോട്ട് അറ്റൻഡ് ചെയ്തു. ആ ഒരു തെറ്റ് സുഹൈൽ മനസ്സിലാക്കി എന്ന രീതിയിൽ തൊട്ടടുത്ത പ്രാവശ്യം തന്നെ റഹീം തലാങ്ങിനെ ബീറ്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് ഇന്റൻഷൻ ക്രോസ് ചെയ്യാന്നുള്ളതായിരുന്നു. അതിൽ ഗോളൊന്നും വന്നില്ല, പക്ഷെ എന്നാലും ആ ചേഞ്ച് ഇൻ അപ്രോച്ച് അത് വരാനിരിക്കുന്ന ഒരു കാര്യത്തിനുള്ള വലിയ സിഗ്നലായിരുന്നു. പിന്നീട് എഫിയോങ് അടിച്ച ഈക്വലൈസർ നമുക്കറിയാം, അതിലും ഈ സെയിം സിറ്റുവേഷൻ ആണ്. സുഹൈൽ ആ ബൈലൈനെ നല്ലോണം അറ്റാക്ക് ചെയ്തു, ജസ്റ്റ് ബോൾ പുറത്ത് പോകുന്നതിന് മുമ്പ് ഒരു കട്ട് ബാക്ക് നൽകി. എഫിയോങ് കറക്റ്റ് അവിടെ ഫിനിഷ് ചെയ്തു, നല്ലൊരു ഫിനിഷ്. അങ്ങനത്തെ വന്നപ്പോഴത്തേക്കും അങ്ങനെ ഒരു ബാക്കിലോട്ടൊരു ഫിനിഷ്. നമുക്കറിയാം ഒരു നല്ല പ്രോപ്പർ നമ്പർ 9 ആണ് എഫിയോങ്. ഫിസിക്കൽ പ്രസൻസ് ഉണ്ട്, ലിങ്ക് പ്ലേ ചെയ്യാൻ പറ്റും, ബോൾ ഹോൾഡ് ചെയ്യാൻ പറ്റും, നല്ലോണം പൊസിഷൻ ചെയ്യാൻ അറിയാം. അങ്ങനത്തെ ഫിനിഷുകൾ, നല്ല ട്രിക്കി സിറ്റുവേഷനുകളിൽ നിന്ന് ആംഗിളിൽ നിന്നൊക്കെ ഫിനിഷ് ചെയ്യാൻ കഴിവുള്ള ഒരു പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലെയറിനെ ഫീഡ് ചെയ്യുക എന്നുള്ളതായിരിക്കണം ഏതൊരു വിങ്ങറിൻ്റെയും ഫസ്റ്റ് ഒരു പ്രയോറിറ്റി എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതായിരിക്കും സുഹൈലിന് എപ്പോഴും ഒരു വലിയ ചാലഞ്ച്. കാരണം ബൈ നേച്ചർ സുഹൈലിൻ്റെ ഒരു സംഭവം അതാണ്, എപ്പോഴും അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ കട്ട് ഇൻസൈഡ് ചെയ്യുക, ഷോട്ടുകൾ അടിക്കുക, ഗോളുകൾ അടിക്കാൻ എപ്പോഴും ശ്രമിക്കുന്ന ഒരു പ്ലെയറാണ് സുഹൈൽ. നാച്ചുറലി അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉള്ള പ്ലെയറാണ്. ആ ക്വാളിറ്റി ഒന്നും നമ്മൾ ഡിനൈ ചെയ്യുന്നില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മുടെ ടീംമേറ്റ് ഒരു ബെറ്റർ പൊസിഷനിൽ ഉണ്ടെന്നുള്ള ആ ഒരു സിറ്റുവേഷനെ കുറച്ച് കോൺഷ്യസ് ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സുഹൈലിന് ഒരുപക്ഷെ ഇതിലും കൂടുതൽ അസിസ്റ്റുകൾ നേടാൻ പറ്റും. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഡയറക്റ്റ് 1-on-1 ഈ ലീഗിലെ അധികം ഫുൾ ബാക്കുകൾക്ക് ഈ പ്ലെയറായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കുറച്ച് പേരൊക്കെ നല്ല ചാലഞ്ച് നൽകാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നിരുന്നാലും മെജോറിറ്റി ഓഫ് ദി ആൾക്കാർക്കും ഒരു തലവേദനയാവാനുള്ള എല്ലാ റോ ക്വാളിറ്റിയും ഈ പ്ലെയറിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തിൽ അങ്ങനെ ഒരു അസിസ്റ്റ് നേടി തുടർച്ചയായിട്ടുള്ള മത്സരങ്ങൾ ഇതുപോലെ കളിക്കാൻ പറ്റട്ടെ, കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. ആ പാർട്ണർഷിപ്പ് ആക്ച്വലി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് പഞ്ചാബിന്റെ ഈ സീസണിലെ പ്രതീക്ഷകൾക്ക് പുതിയ ഉണർവ് നൽകിയേക്കാം. അപ്പൊ ഇതാണ് ഗൈസ് പഞ്ചാബും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിലുള്ള 1-1 ഡ്രോയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ 3 കാര്യങ്ങൾ. ഈ ഒരു മത്സരം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. നാളെ ഇന്ത്യയുടെ മാച്ച് ഉണ്ട്, അതിന്റെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.